അപ്പം ഞങ്ങളിതാ നൈറ്റ് ഡ്രൈവിലാണ്. ഞങ്ങൾ നമ്മുടെ അടുത്ത സ്ഥലമായ കർമ്മ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിൽ അൻസാറുണ്ട്, വണ്ടി കൊട്ടാര ഓടിക്കുന്നുണ്ട്, ഞാൻ നടുവിലാണ്. ഏതായാലും വീട്ടിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയാട്ടോ. അപ്പോൾ വെറുതെ രസമായിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകാം. ഇത് ഏതായാലും നാളെ നോമ്പല്ലേ, അപ്പോൾ അത്താഴം കഴിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എത്താൻ ചേട്ടാ. എന്താണ് സുഖല്ലേ? രസം എന്നറിയാം, റോഡ് പണി മെയിൻ ഹൈവേയുടെ ഭംഗിയാട്ടോ ഇത്. ഈ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ്. ഒന്നും നോക്കാനില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോവാം. ഉഷാർ ഉഷാർ, ഇത്രയും ഭംഗിയാണ്. ഞങ്ങൾ കുറ്റിപ്പുറം എത്തി. കുറ്റിപ്പുറം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. അൻസാറിൻ്റെ വക ഫുഡ് വാങ്ങി തരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറ്റിപ്പുറം ഹോട്ടൽ ഫാസ്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. പൊറോട്ട ഇങ്ങനെ അടിച്ച് പൊളിക്കണ്ട കേട്ടോ, നല്ല തിരക്കാണ്. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് ബാക്കി കാര്യങ്ങൾ മെസ്സി 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 തിരിയും മെസ്സി. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കാട്ടോ. കൂടെ രണ്ടാളുണ്ടായിരുന്നു, അവർ പോയി. അൻസാർ ഇതാ ഇവിടെ ഇരിക്കണ്, മെസ്സി ഇതാ ഇവിടെ ഇരിക്കണ്, ഞാൻ ഇതാ ഇരിക്കണം. അവസ്ഥയില്ല, വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട്. അപ്പം കഴിച്ചിട്ട് കിട്ടുന്ന വയറച്ച് ഭക്ഷണം കഴിച്ചു വന്നു എന്ന് പറഞ്ഞ ആളാട്ടോ ഈ ഇരുന്ന് വെട്ടണത്. ഒരു പൊറോട്ട മതി പറഞ്ഞിട്ട് 2 പൊറോട്ട എന്ന് പറയാണ്. ഞാൻ കൊണ്ടോണ്ട, അതവിടെ തന്നെ ഇരുന്നോട്ടെ. അൻസാർ പിന്നെ ഒരു പൊറോട്ടമേ അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇനി പൊറോട്ട വേണ്ടി വരും. എൻ്റേത് ഇതാ വന്നിട്ടാ ദോശ. ഞാൻ ദോശ പറഞ്ഞു കാത്തിരുന്നിട്ട് കിട്ടിയതാ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇനി 1 മണിക്കൂറും കൂടി ഇരിക്കേണ്ടി വരും, എന്നാലും ഇവിടുന്ന് വല്ലതും കിട്ടുള്ളൂ. എന്തായാലും കഴിക്കട്ടെ. ഓക്കെ, കൊട്ടാരയുടെ പൊറാട്ടയിട്ട് കഴിഞ്ഞു, അൻസാറിൻ്റെ പൊറാട്ടയിട്ട് കഴിഞ്ഞു, എൻ്റെ ദോശ 1 കഴിഞ്ഞു. എന്നോട് നമ്മൾ ഓർഡർ ചെയ്ത ചില്ലി ഇതുവരെ വന്നിട്ടില്ല. കുറ്റിപ്പുറത്ത് ഹൈവേയിൽ ഈ ഹോട്ടലിൽ കയറിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അല്ല തമാശ പറയില്ല. ഇവിടുന്ന് ഇനി ഇറങ്ങി പോകാൻ വയ്യല്ലോ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇറങ്ങിപ്പോയിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴി കഴിഞ്ഞു. അൻസാർ ഇത് ബില്ല് കൊടുക്കാൻ നിൽക്കണത്. ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഇനി യാത്ര പോകണം. എന്താണ് കട മുതലാളിട്ടാണ്. സ്കാനർ ആര് സെൻഡ് ചെയ്യോ? സ്കാനർ അല്ല ഈ കണ്ട പാത്രമൊക്കെ കഴിക്കേണ്ടി വരും. ഇവിടെ അടിച്ചൊരു തുറക്കണ്ടോ? സംഭവം ലൈവ് ഭക്ഷണമാണ്, എന്നാലും കുറച്ച് ഭയങ്കര ലാഗ് അവിടെ. അപ്പം ഞങ്ങൾ വീണ്ടും യാത്ര തുടരാണ്. ഓക്കെ, ഇവരം പാലത്തിലോട്ട് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ പഴയ പാലം. ഇത് ഈ വരാൻ പോകുന്ന പുതിയ പാലം. കാണുന്നുണ്ടോ? കാണില്ല. എന്തായാലും പഴയ പാലത്തിന് തന്നെയാണ് ഭംഗിട്ടോ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. രാത്രി ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. എത്ര ബില്ല്? 200. ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ അടിപൊളിയാ റോഡ്. കാരണം ഈറോട് മാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആക്സിലേറ്റർ അങ്ങനെ കൊടുത്താൽ മതി, പിന്നെ വേറൊരു പണിയെടുക്കണം. ഞങ്ങൾ കർമ്മയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാത്രിക്കത്തെ കർമ്മ റോഡ്. വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യ്, ഇവിടെ സ്പെൻഡ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കൊട്ടയെടുത്തിട്ടിറങ്ങുന്നൊരാ
എപ്പോഴും മാളും ഷോപ്പുകളും ഒക്കെ ആയിട്ട് കർമ്മം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കേട്ടോ. കണ്ടോ? എല്ലാ സംഭവങ്ങളും ഉപ്പിലിട്ട് സമയം ഇപ്പം എത്രയെന്നറിയോ? 1 മണി ആവാറായിട്ടാ. ഇപ്പോഴും കർമ്മം ഇങ്ങനെ അതിൻ്റെ ഭംഗി കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇവിടെ കായലോരം, ഇവിടെ കച്ചവടം, സെൻറ്ററിൽ കൂടെ അടിപൊളി റോഡ്. കർമ്മ എന്തുകൊണ്ടും ഭംഗിയാണ്. രാത്രി കർമ്മയ്ക്ക് ഭംഗി കൂടുട്ടാ. അവിടെ ആളുകളൊന്നും പോയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ അൻസാറ് കേൾക്കാൻ നല്ല പാട്ടാട്ടോ. അൻസാറ് പാടണേ. കുറ്റിപ്പുറത്ത് ഭക്ഷണം കഴിച്ച മുതൽ അൻസാറിന് എനർജി കൂടി. അൻസാറ് പാടിക്കൊണ്ടിരിക്കണ്ടേ. പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിട മീനാണ്. ആഹാ കണ്ട ഒരു ഗൾഫൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. കണ്ടോ ഇവിടൊക്കെ ആളുകൾ ഈ സമയത്തൊക്കെ ഉണ്ട്. എല്ലാരും ചൂടെടുത്തിട്ടേ ഇതുപോലെ വന്നിരിക്കണതാ. കണ്ടോ അതാ ലോറി അങ്ങോട്ട് സൈഡാക്കണ. ഇതാണ് കേട്ടോ ഹാർബർ. നമ്മളെപ്പോഴും മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ് ഹാർബർ. പകലാണെങ്കിൽ ഇവിടെ പിരിവ് കൊടുക്കണം. രാത്രിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. അലമ്പില്ലാണ്ട് നല്ലപോലെ വന്ന് പോകണമെങ്കിൽ ഏത് രാത്രിയിലും വരാം. ഒരു പ്രശ്നമില്ല ഹാർബറിലിട്ടാ. എന്താണ് നമ്മുടെ പൊന്നാനി ഹാർബറാണ്. നമ്മളെപ്പോഴും മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ്. പിടിക്കാനല്ല, പിടിക്കുന്നത് കാണാൻ. നമ്മൾ പറയാൻ മീൻ പിടിക്കലില്ലേ. അങ്ങനെ മക്കളെ ഹാർബർ എത്തി. പൊന്നാനിയിൽ ഇങ്ങനെ കറങ്ങിട്ടോ വെറുതെ രസം. ബോട്ടുകളൊക്കെ അതവിടെ കൊടുന്ന് സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നാളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ 2 ആൾക്കാരെ കാണാനില്ല എന്ന് പറയുന്നത്. ബഷീർ ഹലോ എന്തയോ ആവൂ. പിന്നെ ഒരുത്തതാ ഫസലു. ഇവിടെ ചൂണ്ടെടുക്കാൻ വലിയ അടി. നല്ല മീൻ കിട്ടി. ഇന്ന് വടക്കം കാറ്റാലേ. അവിടെ വെറുതെ ഇങ്ങനെ കറങ്ങിയ കുറച്ചേരം ഇവിടെ കാറ്റുകൊണ്ടിരിക്ക. ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിരഞ്ഞു പോയി കുറെ കഴിഞ്ഞിട്ടൊക്കെ വരണുണ്ടാവുള്ളൂ. ഞാൻ തിരിച്ചു വരും. തിരിച്ച് റിട്ടേൺ ആ 5. അപ്പൊ ഇവര് മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോവാട്ടാ. 5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അത്ര ഞങ്ങളതിൽ ഒരു ബംഗാളി ഉണ്ട് ഹിന്ദി പറയണേ. അങ്ങനെ ഹിന്ദി പറഞ്ഞോണ്ടേയിരിക്കാണ്. ബഷീറിനെ കൊണ്ട് കഴിയണമാരൊക്കെ ബഷീറും പറയുന്നുണ്ട്. ഒന്നും കൂടി പറഞ്ഞ അൻസാർ പിന്നെ അവിടെ നിന്ന് പാട്ടൊക്കെ നിർത്തി. ഇപ്പൊ ഫോണിൽ തന്നെ ചെവിയിൽ എന്താണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള പല്ലുകുത്തി ചെവി തന്നെ. സംഭവം ഭയങ്കര രസാ. രാത്രിയൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ. ബോട്ടുകളൊക്കെ പോട്ടോ. ഒക്കെ നേരം വെക്കുമ്പോഴത്തേനൊക്കെ ഇവിടുന്ന് പോവും. പിന്നെ അവര് പോവാണ്. അങ്ങനെ ചില ബോട്ടുകളിലൊക്കെ വെള്ളമൊക്കെ കയറ്റി തുടങ്ങി. അവർ കുടിക്കാനുള്ള വെള്ളമൊക്കെ കയറ്റി തുടങ്ങി. ബോട്ടിൽ പെരുന്നാൾക്ക് നാട്ടിൽ വരുന്നുള്ളൂ. ബോട്ടിലാക്കാൻ തീരുമാനിച്ചു. എടാ കുഞ്ഞോ അതൊരു ചൂണ്ടലല്ല പ്ലീസ്. കഷ്ണമീനാടാ. അയക്കോറോണ്ടാട്ടോ ചൂണ്ടലിടുന്നത്. ചൂണ്ടൽ ഇവിടുന്ന് കിട്ടിയതാണ്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാണ്. എടാ ഇത് ഞമ്മക്ക് പൊരിക്കടാ. മീനൊന്ന് വൃത്തിയോ നോക്കടാ. നമ്മളെ മീനടാ
ഒരു വെട്ടിക്ക് ആദ്യം ഇത് വെറുതെ തീറ്റ കൊടുക്കണം. നമ്മൾ വെറുതെ അങ്ങനെ ഇട്ട് നോക്കണേ, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലാ. ചിലപ്പം എനിക്ക് തോന്നുന്നില്ല. ഇത് മീങ്ങൾക്കുള്ള തീറ്റ മാത്രമാണ്, വേറെ ഒന്നും ഇതിലുണ്ടാവില്ല. നമുക്ക് നോക്കാടോ. ഇവിടുന്ന് അങ്ങനെ വെറുതെ പോയ ചരിത്രം ഇല്ല. അതില്ല, മീങ്ങൾക്ക് കുറെ തീറ്റ കൊടുത്തേക്കണേ. സംഭവം ചിലപ്പോൾ സക്സസ് ആവും, ചിലവർക്ക് ശരിയാവും, ചിലത് ശരിയാവൂല. മിക്കവാറും പാമ്പേ കാരം. മീങ്ങളുടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എടേ കഷ്ണം മീൻ വെച്ചിട്ട് നിങ്ങളാ ചൂണ്ടലിടണോ? സങ്കടാവും. അല്ല, 10-200 രൂപ ചെമ്മീൻ പൊടിച്ച് മീൻ ഇട്ടുന്നില്ലേ, ചൂണ്ട ഇട്ടുന്നില്ലേ? ഒന്നുമില്ല. അയ്യോ, ആ മീനായി മത്താനുണ്ട്. ആരെ പേടി വേണ്ട. ഒരു മീൻ ഹാർബറിൽ വന്ന മീൻ പിടിക്കുന്നതാണ് മമ്മൂട്ടിട്ട്. കുറെ നേരമായി ചൂണ്ടലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. മീൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല എനിക്ക്, വെറും തൊള്ള മാത്രം. ആ കോപ്പ് പിടിക്കും. അല്ല മീൻ നാസാകല്ലേ, അവിടെ പൊരിച്ച കാര്യത്തിൽ പെടും. മീങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് കുറെ ആൾക്കാർ ഹാർബർക്ക് വരുന്നുണ്ട്. അതിലൊന്നാണ് ബനി. വേറെ എന്താ ചൂണ്ടലാപ്പി നടക്കുന്നുണ്ട്. അത് അമ്മയും ചൂണ്ടലാരനെ ചൂണ്ടലുണ്ടാക്കുകയാണ് അവിടെ. ഒരു കാര്യമില്ല, മീങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ മാത്രം. ഈ സാധനം വിടാത്തതിന്റെ പ്രശ്നമാണ്. ഏത് ഇതിട്ട എത്രത്തോളം ഇത് താവുതിക്ക്. അതെ, അത് ഇട്ട സുഖാണ്. കൊണ്ടോണ അറിയാ, ഒരു കാര്യമില്ല. നമ്മളിത് എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ ഇത് കെട്ടി ഇനി മീൻ കൊത്തനാച്ച് കണ്ട അതിങ്ങനെ പൊന്തി കിടക്കുന്നല്ലാതെ ഒരു കാര്യമില്ല. പൊന്തി കിടക്കുന്നല്ല, ഇത് കണ്ടോ? അത് കെട്ടിയ പൊന്തല്ല കിടക്കണ താവുക്കൊന്ന്. മീൻ വലിക്കുമ്പോഴല്ലേ താവുള്ളൂ. അവിടെ വല ഉണ്ട്, അവിടെ ഈസിയാ വരത്ത് പോയിട്ടോ. അല്ല, ഇത് നമ്മളെ ഇതിന് കെട്ടിടാം. അത് പോയിരിക്കും. മീൻ കൊത്താണെങ്കിൽ കൊത്തട്ടെ, എന്നിട്ട് റെസ്റ്റ് എടുക്കാം. എന്നാലും ചൂണ്ടല് പോകില്ലല്ലോ. ഒന്ന് കൊത്തി കിട്ടിയ കഴിച്ചില്ലായി. ഓ, അത്രേ ഉള്ളൂ. അല്ല, കാക്ക ചേക്കൂലല്ലേ. എടാ, ഈ മീങ്ങൾക്ക് വേറെ പ്രശ്നമുണ്ട്. ഏട്ട കഷ്ണം പറ്റൂല. അല്ല, അയക്കോറ കഷ്ണം. അയക്കോറായാലും ഒരു 1.5 പീസുമാണ്. പൂച്ചയുടെ സൗണ്ട് മീൻ വരണ്ടല്ലോ. സമയമായിട്ടില്ല, നമ്മളിപ്പോ ഇട്ടിട്ടല്ലേ ഉള്ളൂ. സമയം അത്താൻ കഴിക്കാൻ കേട്ടോ. ആ ടൈം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. 100 കാണിക്കണ മീറ്റർ. അപ്പോൾ ഫോണിൽ ചാർജ് കുറഞ്ഞുപോയി. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഫോളോ ആക്കിക്കോ. ഓക്കെ, അടുത്ത വീഡിയോ ഒരു വമ്പം മീൻ പിടുത്തുണ്ടാവേ. അടുത്ത വീഡിയോ നമ്മൾ മീൻ പിടിക്കുന്നത്. ഞങ്ങളെ കാണുമ്പോൾ കൊഞ്ചലം കൂത്തുണ്ട് തീറ്റ അവിടെ വെച്ചിട്ട്. ഹാർബറിൽ വരുമ്പോൾ ഇനി അടുത്ത നമ്മൾ മീൻ പിടിക്കാൻ വരുന്ന മീൻ പിടിക്കണ വീഡിയോ ഇട്ട് വരും. ഞാൻ മുന്നിട്ടിട്ടുണ്ട് ഹാർബറിൽ വന്നിട്ട് മീൻ പിടിക്കണത്. അപ്പം ഇനി അടുത്തത് ഇനി മീൻ പിടിക്കാനായിട്ട് വരും. ഓക്കെ, ബായ്.